ഇന്ത്യ മഹാരാജ്യത്തെ ആ ജനകീയ മഹോത്സവം അവസാനിച്ച് അതിന്റെ ഫൈനൽ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാന്നിങ്ങനെ ഒരാഗ്രഹം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 10 വർഷത്തെ ഭരണ കാലയളവ് നമ്മള് ജനാധിപത്യ മതേതര വിശ്വാസികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, നരേന്ദ്രമോദിയോട് നന്ദി പറയേണ്ടവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. കാരണം ഇന്ത്യ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ പല നീലക്കുറുക്കന്മാരെയും തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ, മത, കല, സാംസ്കാരിക, സാഹിത്യ വിവിധ മേഖലകളിലുള്ള മുഖമൂടി അണിഞ്ഞ, ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. പല പകൽമാന്യന്മാരുടെയും ആ മുഖമൂടി അഴിഞ്ഞു വീണു എന്നുള്ളതാണ്. അത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ RSSന്റെ ഫാസിസ്റ്റുകളുടെ ഭരണ കാലയളവാണ്. രണ്ടാമത്തത്, ലോകത്ത് എവിടെയും അക്രമങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജൂത സയനിസ്റ്റ്, ക്രൈസ്തവ നാസിസ്റ്റ് ലോബിയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മുച്ചൂടും കൊള്ളയടിച്ചു കൊണ്ടുപോയത് ഇക്കൂട്ടരാണ്. നാസിസ്റ്റ്, ക്രൈസ്തവ ലോബി, ജൂത സയനിസ്റ്റ് ലോബി. അങ്ങനെ വെറും പിണ്ടിയായി വലിച്ചെറിഞ്ഞ് പോയ ഒരു രാജ്യത്തെ ഇക്കാണുന്ന പുരോഗതിയിലേക്ക് എത്തിച്ചതിൽ മുഖ്യ പങ്ക് കോൺഗ്രസ് ആണ്. ആ സമയത്തും ആ ജൂത സയനിസ്റ്റ്, നാസിസ്റ്റ്, ക്രൈസ്തവ ലോബിയുടെ ബാക്കി ഇന്ത്യ രാജ്യത്തുണ്ട്. അവര് ആ കോൺഗ്രസ് ഭരണത്തിലും പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയത്, മുഴുവൻ രാജ്യത്ത് അക്രമങ്ങൾ ഉണ്ടാക്കിയത് ഈ ജൂത സയനിസ്റ്റ്, ക്രൈസ്തവ നാസിസ്റ്റ് ലോബിയാണ്. അതിന്റെ ബാക്കി ഇന്ത്യ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അവരാണ് ഇന്ന് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിശോധിച്ചാൽ മതി. ഈ കേരളത്തിൽ മാത്രം 50 ലക്ഷത്തിലധികം ഫേക്ക് അക്കൗണ്ടുകൾ ഈ പറഞ്ഞ ക്രൈസ്തവ, ജൂത, നാസിസ്റ്റ്, സയനിസ്റ്റ് ലോബിക്കുണ്ട് എന്നുള്ളതാണ്. അവരുടെ നേതൃത്വത്തിൽ യൂട്യൂബ് ചാനലുകൾ, 30ഓളം യൂട്യൂബ് ചാനലുകളുണ്ട്. നമ്മൾ പേര് കേട്ടാത്തൊന്നും കർമ്മ ന്യൂസ്, നമ്മൾ വിചാരിക്കും അത് പാവപ്പെട്ട ഹിന്ദുക്കളതാണ്. അല്ല, അത് ഈ ക്രൈസ്തവ ലോബിയുടേതാണ്. അതിന്റെ വരുമാനം മുഴുവനും പറ്റുന്നത് ഈ ക്രിസ്ത്യാനികളാണ്. ഈ 30 യൂട്യൂബ് ചാനലിന്റെ മുതലാളിമാരെ പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളാണ്, വർഗീയവാദികളായ ക്രിസ്ത്യാനികളാണ്. പേര് മറുനാടൻ മലയാളി, കർമ്മ, ഇതൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും പാവപ്പെട്ട ഹിന്ദുക്കളതാണ്. അല്ല, ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന പണിയാണ് ഈ ജൂത സയനിസ്റ്റ്, ക്രൈസ്തവ നാസിസ്റ്റ് ലോബി ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് മുഴുവനും. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോ വിവിധ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണ്. ഇന്ത്യ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, എന്നിട്ട് ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന പണി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാഹിത്യ മുഴുവൻ ആളുകളും ഒരു ഇസ്ലാമോഫോബിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ, മുസ്ലിം ഉന്മൂലനല്ല. അതൊരു അപരവിദ്വേഷം അവരവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലപ്പുറം അവരാഗ്രഹിക്കുന്നത് അധികാരവും പണവുമാണ്. അധികാരവും പണത്തിനും വേണ്ടി എന്ത് നെറികേടും കാണിക്കാൻ മടിയില്ലാത്ത കൂട്ടരാണ് ജൂത സയനിസ്റ്റ്, ക്രൈസ്തവ നാസിസ്റ്റ് ലോബി. ബാക്കി ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ, സി യു.